വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. അപ്പോൾ നമുക്ക് കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് എൽദോസ്. ഹലോ, എൻ്റെ പേര് എൽദോസ്. എൽദോ എവിടെ നിന്നാണ്? കോതമംഗലം. ഓക്കെ, കോതമംഗലം. എൽദോയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ, അപ്പോൾ എൽദോയുടെ ഫുൾ ആയിട്ടുള്ള പേര് പറയും. എൽദോസ് കെ ചെറിയാൻ. ചെറിയാൻ. ELDHOSE. എൽദോസ് എന്നുണ്ട് അല്ലേ? ELDHOSE. പിന്നെ KCHERIAN. എൽദോസ് കെ ചെറിയാൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 22/2/1993. ഫെബ്രുവരി 1993. ഒന്ന് എന്നെ ഹോൾഡ് ചെയ്യണേ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കാര്യങ്ങൾ. ഹലോ എൽദോസ്, കേൾക്കാമോ? അപ്പോൾ ഇതിൽ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 1 അപ്പോൾ 4ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരൽ പൊതുവെ നല്ലൊരു കൂടിച്ചേരലായിട്ട് വേണം കരുതാൻ. പക്ഷെ എന്നിരുന്നാലും പേര് അതിന് മാത്രം സപ്പോർട്ടീവ് അല്ല, നിങ്ങളെ എല്ലാ എനർജീനും ഡൈവേർട്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും അതിനെ വഴിതെറ്റിച്ച് വിടുന്ന ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. എൽദോസ് കെ ചെറിയാൻ എന്നുള്ള ഒരു പേര്, അതിൽ എൽദോസോ അല്ലെങ്കിൽ കെയോ അല്ലെങ്കിൽ ചെറിയാനോ ഏത് മോശമല്ല, ടോട്ടൽ എനർജി വരുന്നതാണ് പറയുന്നത്. പൊതുവെ 22-ന് നമ്മൾ ഇതിന് മുമ്പിലെ ഒരു വന്ന കോളും 22-ൻ്റെ ഒരു എനർജി ആയിരുന്നു. പൊതുവെ മാസ്റ്റർ നമ്പറാണ് 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബിൽഡേഴ്സ്, പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനൊക്കെയുള്ള വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേസമയം 4ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലും ഒരു നല്ലതാണ്. കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനൊക്കെയുള്ള എനർജി ഇതിൽ ധാരാളമായിട്ട് കാണാൻ ഉണ്ട്. അപ്പോൾ ഈ എൽദോസ് കെ ചെറിയാനെ നമുക്ക് ബെസ്റ്റ് ആക്കണമെങ്കിൽ ഇപ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും സ്പെല്ലിങ് അതിൽ മാറ്റാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ വല്ല പ്ലാൻ ഉണ്ടോ? അതെ അല്ലേ? അപ്പോൾ എൽദോസ് ചെറിയാൻ പിന്നെ ഈ തറവാട്ട് പേരോ അങ്ങനെ എന്തെങ്കിലും ഈ കെ മാറ്റിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ? ഈ കെ എന്നുള്ളത് എന്താണ്? അമ്മയുടെ പേരാണോ? അല്ല, വീട്ടുപേരാണ്. അപ്പോൾ അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് അമ്മിണി. ആണ് വരുന്നത്. അപ്പോൾ അമ്മിണി, അതായത് എൽദോസ് എ ചെറിയാന്ന് വെക്കുമ്പോഴേക്കും കുറച്ചുകൂടി ബെസ്റ്റ് ആകുന്നുണ്ട്. എന്തായാലും 1ൻ്റെ എനർജിയിലേക്ക് വരുന്നുണ്ട്. എന്നാലും ഒരു ടോപ്പായിട്ട് ഒന്നും പറയുന്നില്ല. എന്നിരുന്നാലും പെട്ടെന്ന് ഒരു മാറ്റം വരുത്തി നമുക്ക് കുറച്ചും കൂടി ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല എനർജി ആയിട്ട് തന്നെ വരും എ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൽദോസ് എ ചെറിയാൻ അല്ലെങ്കിൽ എൽദോസ് ചെറിയാൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള പേരാകുന്നുണ്ട്. അത് ന്യൂമറോളജി പ്രകാരം 55ൻ്റെ എനർജിയിൽ വരുന്നതാണ്. അത് 1ൻ്റെ എനർജിയിലാണെങ്കിലും 55നെ നമ്മൾ പൊതുവെ നമ്മൾ പേരിൻ്റെ എനർജിയിൽ അങ്ങനെ പറയാറില്ലെങ്കിലും 55 വിജയത്തിൻ്റെ ചിഹ്നമായിട്ട് നമ്മൾ പൊതുവെ കരുതുന്ന ഒരു എനർജിയാണ്. അപ്പോൾ വേണമെങ്കിൽ കെ ഉപയോഗിക്കാതെ ഇരുന്നാൽ 9ൻ്റെ അത് ചൊവ്വയുടെ എനർജിയാണ് വരുന്നത്. അപ്പോൾ ചൊവ്വയുടെ എനർജി കുറച്ചും കൂടി നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളത് രാഹുവിൻ്റെ എനർജി ഉണ്ട്. അതിന് പിന്നെ പേരിൻ്റെ എനർജി 9 കൂടി ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരാളായിട്ട് മാറും. പൊതുവേ നിങ്ങളിപ്പോൾ സംസാരത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും കാര്യങ്ങളെ തുറന്ന് പറയും. ചിലപ്പോൾ അധികമായിട്ട് ദേഷ്യം വരാനുള്ള എനർജിയൊക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ കാണാനുണ്ട്.
അതെ അതെ. അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രകൃതം പൊതുവെ കുറച്ചും കൂടി ദേഷ്യം. അപ്പോൾ ഇനി അതിന് കൂടി ഇനി ഒരു കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പേരാകുമ്പോഴെന്താ എടുത്ത് ചാട്ടവും കൂടിയാവും. അപ്പോൾ അതെന്താവും പല പ്രശ്നങ്ങൾക്കും കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അത് വരും. അപ്പോൾ അങ്ങനെ അത് മാത്രം മാറ്റണ്ട, അതിന് പകരം എ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ചെറിയാൻ അച്ഛൻ്റെ പേരായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അമ്മയുടെ പേരുമായി. അപ്പോൾ ഹാപ്പി ആയിട്ട് വെക്കുക അത്. എൽദോസ് എ ചെറിയാനെന്നോ അല്ലെങ്കിൽ എൽദോസ് ചെറിയാൻ എ എന്നോ വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെസ്റ്റായി. എന്തായാലും പൊതുവേ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ബിസിനസ്സോ എന്തെങ്കിലും പുതിയ ബിസിനസ് സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് ആക്ച്വലി? എന്താണ്? ഓഫീസ് വർക്കാണ്. ഓക്കെ, എന്തായാലും പിന്നെ എന്താ പറയുക, ലീഡർഷിപ്പ് ക്വാളിറ്റി, ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് പറ്റും തീർച്ചയായിട്ടും. ബിസിനസ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഇറങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതിപ്പം ഓക്കെ, നിങ്ങളിപ്പോൾ എൻ്റെ പ്ലാനൊക്കെ ആയിട്ട് പൊതുവേ ഒരു ജീവിതത്തിൻ്റെ പകുതി വരുമ്പോഴാണ് പൊതുവേ അങ്ങനെ കാണാറ്. അപ്പോൾ എന്നിരുന്നാലും അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് സ്ഥാപനത്തിനെ കൊണ്ടുപോകാനൊക്കെയുള്ള എനർജി ഉണ്ടാവും. ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും പിന്നെ അവിടുത്തെ HR ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ നിർദ്ദേശിക്കാനൊക്കെ നിങ്ങൾക്ക് പവർ ഉണ്ട് അതിൽ. ഓക്കെ ഓക്കെ, എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല. അടുത്തൊരു പ്രാവശ്യം നിങ്ങൾ അപ്പോൾ അടുത്തൊരു പ്രാവശ്യം പിന്നെ വിളിച്ചോളൂ. അപ്പോൾ വേറൊരു കോള് വെയിറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് അടുത്ത തവണ നോക്കാം തീർച്ചയായും. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എൽദോസ് ആണ് ലക്കി നമ്പർ വേണം അല്ലേ? ലക്കി നമ്പർ നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ 1 തന്നെയാണ് കേട്ടോ. 1, പിന്നെ രണ്ടാമത്തെ നമ്പർ 6. 1ഉം 6ഉം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഒരു വെഹിക്കിൾ നമ്പർ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 1ൻ്റെ എനർജിയിൽ എടുക്കുന്നതാണ്. അവസാനത്തെ ടോട്ടൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 4 നമ്പർ മാത്രമേ കൂട്ടുള്ളൂ. RTO നമ്പറോ അതിൻ്റെ സെക്ഷൻ നമ്പറോ നമ്മുടെ കാൽക്കുലേഷനിൽ വരില്ല. അവസാനമുള്ള 4 അക്കം കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ നമുക്ക് 1 കിട്ടണം. എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2233 എന്നുള്ളൊരു നമ്പറാണെന്ന് കരുതുക, ഉദാഹരണം മാത്രമാണ് കേട്ടോ. അപ്പോൾ 2 2 4 3 7 7 3 10 10 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 0 1. അപ്പോൾ 1ൻ്റെ എനർജിയിൽ നിങ്ങൾ ആ വണ്ടിയുടെ നമ്പർ സെറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളൊരു മൊബൈൽ നമ്പർ സെറ്റ് ചെയ്യാനാണ് താല്പര്യം, നിങ്ങൾക്കനുസരിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും 1 തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. 1 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +91 ഒഴിവാക്കുക. +91 ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ നമ്പറും ഇപ്പോൾ 9 + 4 + 5 + 6 + 4 കൂട്ടുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ കൂട്ടി കിട്ടുന്നത് 28 കരുതുക. അപ്പോൾ 2 + 8 10 വരും. 10 പറഞ്ഞാൽ 1 + 0 1. അപ്പോൾ അങ്ങനെ 1ൻ്റെ എനർജി. അതിന് 28 ആയാലും 37 ആയാലും 46 55 64 ഇതെല്ലാം 1ൻ്റെ എനർജിയാണ്, അതെടുക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് 6ൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എടുക്കാം. അത് ടോട്ടൽ വരുന്നത് 24 33 42 51 60 69 ഇതെല്ലാം 6ൻ്റെ എനർജി വരുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് പറഞ്ഞോളൂ. ഓക്കെ, വളരെ സന്തോഷം. യൂട്യൂബ് ഓക്കെ സന്തോഷം. ഓക്കെ, അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു മിസ്റ്റർ എൽദോസ് എ ചെറിയാൻ. അപ്പോൾ അങ്ങനെ പേരാക്കിയതുകൊണ്ട് അങ്ങനെ മുന്നേ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് 22 എന്ന എനർജി രണ്ടാമത്തെ കോളാണ് വരുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 31നെ കുറിച്ചിട്ടാണ്. 31നെ കുറിച്ചിട്ട് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 31ന് ഒരു ഇരട്ട വ്യക്തിത്വം എന്നതും ഒരു ആണ്. കാരണം എല്ലാ സമയവും പലവരുടെയും സ്വഭാവം നമ്മൾക്ക് നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾക്ക് തന്നെ നമ്മുടെ സ്വഭാവം അറിയാത്ത ഇതുണ്ട് ചില പ്രത്യേക കാര്യങ്ങളിലായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം നമ്മൾക്ക് തന്നെ അറിയാവുന്നത്. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചിട്ട് മറ്റുള്ളവർക്കുള്ള ധാരണയുണ്ട്, അതുപോലെ നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണയുണ്ട്. പക്ഷേ ഇവർക്ക് മറ്റുള്ളവർക്കും നമുക്കും അറിയാത്ത നമ്മുടെ സ്വഭാവമുണ്ട്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് പുറത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേ വരുള്ളൂ. അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പക്ഷേ ഈ 22 എന്ന എനർജിയിൽ പ്രത്യക്ഷമായിട്ട് തന്നെ 2 സ്വഭാവം കാണും
സോറി 22 31 എന്ന എനർജി, 22 4 എനർജിയാണ്. 31 എന്ന ഇന്നത്തെ ആ ദിവസത്തിൻ്റെ എനർജിയിൽ വരുന്നവർ ഈ പ്രത്യക്ഷത്തിൽ ഇതുപോലെ 2 സ്വഭാവം പിന്നെ വരാനുള്ള സാധ്യത കൂടുതലുള്ള എനർജി ആണ്. അതുപോലെ ആജ്ഞാസ് ശക്തി, അതുപോലെ പിന്നെ മറ്റ് ആരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഇനി എത്ര വലിയ ആൾക്കാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പോലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വ്യക്തിപ്രഭാവം ഇവർക്കുണ്ടാവും. മറ്റുള്ളവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇവരുടെ വ്യക്തിപ്രഭാവം ഒരിക്കലും മങ്ങില്ല. അങ്ങനെയുള്ള അവസ്ഥയുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയാണ് ഒരാൾ നടക്കുന്നത് കരുതിക്കോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവരോടുള്ള ആ ഒരു വിനയത്തിൻ്റെ പേരിൽ ഇവരുടെ വ്യക്തിപ്രഭാവം ഒരുപക്ഷെ മങ്ങിയേക്കും. പക്ഷേ എങ്കിൽ ഇവരല്ല, ഇവർ ആരുടെ കൂടെ നിന്ന് കഴിഞ്ഞാലും ഇവരായിട്ട് തന്നെ, എത്ര വലിയ വ്യക്തിയാണ് കൂടെ ഉള്ളത് എങ്കിലും ഇവരുടെ വ്യക്തിപ്രഭാവം അതുപോലെ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് 31 എന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ചേർത്തലയിൽ നിന്ന് ധന്യാണ്. ചേർത്തലയിൽ നിന്ന് ധന്യ. ഓക്കെ, ചേർത്തലയിൽ നിന്ന് ധന്യ. ധന്യയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ വിളിക്കുന്നത്? അതെ അതെ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയും ധന്യ. 29/12/1984. ധന്യയുടെ ഫുൾ ആയിട്ടുള്ള പേര് പറയൂ. ധന്യ എം. ധന്യ എം. ഒന്ന് ഹോൾഡ് ചെയ്യണേ ധന്യ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഹലോ ധന്യ, കേൾക്കാമോ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. 2ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് എന്താ പറയുക, നമ്മുടെ ഒരു പേര് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ പേര് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യ, DHANYA അല്ലേ, അങ്ങനെയല്ലേ എം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 21 ആണ് എനർജി വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫലം പറയേണ്ടത് പൊതുവെ വലിയ ദോഷം പറയാനല്ല, ആവറേജ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയാം. നമുക്ക് സെക്കൻഡ് നെയിമിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി പറ്റുമോ? ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 9. ഇപ്പോൾ ഈ 2ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ തന്നെ നല്ലതായിട്ടല്ല. അതായത് ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും കൂടിച്ചേരലാണ്. 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജീസാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പേര് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളതായിരിക്കണം. പേരിൻ്റെ കാര്യത്തിൽ എന്നെ ഉള്ള ഒരേ ഒരു സപ്പോർട്ടീവ് എന്നെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് ആക്സിഡൻറ്റോ അല്ലെ അപകടമോ എന്തോ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്നെ സാധിച്ചതും ഇല്ല അല്ലേ? ഹലോ. അപ്പോൾ പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുക, അതാണ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പേരിനെ ഈ എം എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? അമ്മയുടെ പേരാണ്. അമ്മയുടെ പേരിന്റെ ഒന്ന് പറയാമോ? നമുക്ക് ഫുൾ ആയിട്ട് ആഡ് ചെയ്യാം. മതിക. എം എ ഒന്ന് മെല്ലെ പറയാമോ? മഹിള. മഹിള. അപ്പോൾ പേരിനെ മഹിള എന്നാക്കുന്നത് കുറച്ചുകൂടി ബെസ്റ്റാണ്. നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം.
ഇപ്പോൾ 9ൻ്റെയും 2ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരലിൽ എപ്പോഴും സ്ട്രഗിളിങ് ഉണ്ടാവും. നല്ല ശക്തമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് വേണം. അപ്പോൾ ഇങ്ങനെ ധന്യ മഹിള എന്നാക്കി കഴിഞ്ഞാൽ പോലും അത് ഏറ്റവും ബെസ്റ്റ് ആകുന്നില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഇപ്പോൾ ഒരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരു പേര് ആയിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അത് കൂടുതൽ നമ്മളെ ജീവിതത്തിൽ നല്ല സപ്പോർട്ടീവ് ആകാനുള്ള ഒരു എനർജി ഉണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, കലാരംഗത്തൊക്കെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. എന്താണ് ചെയ്യുന്നത് അപ്പോൾ? ഹലോ, എന്താ ചെയ്യുന്നത്? ഞാൻ ഈ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ വർക്ക്, തയ്യലിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്നു. തയ്യൽ. ഓക്കെ. അതൊക്കെ കലാരംഗത്തിൽ പെടുന്നത് തന്നെ അല്ലേ? ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ഉണ്ട് കേട്ടോ. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ തരും, അത് കലാബന്ധമുള്ള കാര്യങ്ങളും. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള എനർജി ഉണ്ട്. പക്ഷേ ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 നമ്പറാണ്. അതാണ് ജീവിതത്തിൽ എന്താ പറയുക, ശക്തമായിട്ടുള്ള പരീക്ഷണങ്ങളെ നമുക്ക് നേരിടേണ്ടി വരുന്നത് കേട്ടോ. 2, 9 എന്നുള്ളത് 2ഉം 9ഉം ഒരിക്കലും യോജിക്കാത്ത 2 നമ്പേഴ്സാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പേര് വേണം. ഇപ്പോൾ ഉള്ളത് ഗുരുവിൻ്റെ എനർജിയിലായതുകൊണ്ട് മാത്രം വളരെ വളരെ ദോഷം പറയുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കൂടുതലായിട്ട് എന്തൊക്കെ അറിയാനുണ്ടോ ധന്യക്ക്? ഹലോ, കട്ടായി തോന്നുന്നു. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് ചേർത്തലയിൽ നിന്ന് ധന്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2, 9ൻ്റെയും കൂടിച്ചേരൽ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് അല്ല പൊതുവെ ന്യൂമറോളജി പ്രകാരം. അത് പക്ഷേ അങ്ങനെയുള്ളവർക്ക് കൂടി ബെസ്റ്റ് ആകും കൃത്യമായിട്ടുള്ള ഒരു പേരാണെങ്കിൽ. കൂടുതൽ ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ടീവ് ആകുക തന്നെ ചെയ്യും. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അരവിന്ദ് എന്നാണ്. തിരുമലയിൽ നിന്നാണ് വിളിക്കുന്നത്, തിരുവനന്തപുരം. അരവിന്ദ്, ട്രിവാൻഡ്രം അല്ലേ? അതെ. ഓക്കെ. അരവിന്ദിന്റെ ഫുൾ ആയിട്ടുള്ള പേര് പറയാം. അരവിന്ദ് ടി അല്ലേ? ഓക്കെ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയോ? 29/3/199/1. ഓക്കെ ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 7. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ പേരിൻ്റെ ഒരു എനർജി കൂടി ഒന്ന് എടുക്കട്ടെ. ഓക്കെ. അരവിന്ദ് ടി. ഇപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 7 2ൻ്റെയും 7ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് 2ൻ്റെയും 7ൻ്റെയും കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ അരവിന്ദ് ടി എന്നാണ് ഇപ്പോൾ പേര് ഉള്ളത് അല്ലേ? അപ്പോൾ അത് പൊതുവെ വലിയ ദോഷം പറയാനില്ലാത്തൊരു പേരാണ്. പിന്നെ 24 വരുന്ന ശുക്രൻ്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ്. അത് 2നെ സംബന്ധിച്ചിടത്താലും 7നെ സംബന്ധിച്ചെടുത്താലും ഒരു സപ്പോർട്ടീവായിട്ടുള്ള എനർജി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, അദ്ദേഹം ഏത് മേഖലയിലാണെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാരിയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള എനർജി ഇതിൽ കാണാനുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് മെയിനായിട്ട് അറിയാനുള്ളത് വേറെ അരവിന്ദിന്റെ? ഓക്കെ, പേര് റെഡിയാക്കി എടുക്കാൻ ഈ അരവിന്ദ് ടി എന്നുള്ള പേര് ഇപ്പം ഏകദേശം ഒരു 90% സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ഈ പേരിനെ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ഉണ്ടാകില്ല, അത് 100% ആയിട്ട് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതോ വച്ചിരിക്കുന്ന ആ പേര് അരവിന്ദ്, ഞാൻ ഒന്ന് ലെറ്റർ കൺഫേം ചെയ്യാം, ARAVIND, അരവിന്ദ്. DH എന്നൊന്നുമില്ലല്ലോ?
ഡി എന്ന് മാത്രമേ ഉള്ളൂ, അരവിന്ദ്. അങ്ങനെയാണെങ്കിൽ ഒരു അരവിന്ദ് ടി ഫോർ ടാറ്റയുടെ ടി ആണെങ്കിൽ ഏറ്റവും ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, 90% നിങ്ങൾ അറിയാണ്ട് വെച്ചിരിക്കുന്ന പേര് എന്നെ ഒരു നല്ല പേരാണ്. അതേപോലെ തന്നെയാണ് എന്നെ ഡേറ്റ് ഓഫ് ബർത്തിനും അത് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ ഇറങ്ങിയാലും, അത് കാരിയർ ലെവലിൽ ഏത് മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ടുള്ള ഗുണം ഉണ്ടാകും. അപ്പോൾ ആക്ച്വലി കാരിയറിൽ എങ്ങനെയാണ് പോകുന്നത്, എന്താണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഫിസിയോതെറാപ്പി ആയിട്ടാണ് പഠിച്ചത്. പക്ഷെ ഇപ്പൊ ഒരു മാനേജിംഗ് ലെവലിലാണ് നിൽക്കുന്നത് വേറൊരു സ്ഥാപനത്തിൽ. ഓക്കെ. എന്തായാലും ഇദ്ദേഹത്തിന്റെ എനർജി പ്രകാരം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എനർജിയാണ്. അതേസമയം ഏത് കലാരംഗത്ത് ഏത് കാരിയറിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് സപ്പോർട്ടീവ് ആവും. ഇനി വേണമെങ്കിൽ എന്താ പറയുക, ഗവൺമെൻറ് ജോബിൽ വരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടി പറയാം. പേരിന് അതിൻ്റേതായിട്ടുള്ള ഒരു ദോഷവും ഇല്ല. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകാം. പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പലർക്കും പല ജീവിതത്തിൻ്റെ ഏജിലായിരിക്കും അവർക്ക് അവരുടേതായ ഉയർച്ച ഉണ്ടാവുക. അപ്പോൾ ചിലവർക്കാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അതിൻ്റെ ഉയർച്ചയും അവരുടെ ഉദ്ദേശിക്കുന്ന ഒരു കാരിയറിലേക്ക് എത്തിക്കാം. ചിലവരുടെ ആണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം, ചിലവരാണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടും തീർച്ചയായിട്ടും ഉയരങ്ങളിൽ. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തുമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉയരാനുള്ള എനർജി ഈ മിസ്റ്റർ അരവിന്ദ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ പോവുക. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ അരവിന്ദിൻ്റെ? വിവാഹത്തിന്റെ കാര്യം. അപ്പോൾ വിവാഹം ഞാൻ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള സമയം ഏതാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിവാഹം പൊതുവെ ന്യൂമറോളജി പ്രകാരം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം കാണുന്നത് അടുത്ത വർഷമാണ്. ഈ വർഷം പൊതുവെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നില്ല. അത് വിവാഹത്തിൻ്റെ കാര്യത്തിലാണ് പറയാനുള്ളത്. അത് അടുത്ത വർഷം ആകുമ്പോഴേക്കും കൂടുതൽ സപ്പോർട്ടീവാണ്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു നല്ലൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വർഷത്തെ ശ്രമത്തിൻ്റെ ഫലമായിരിക്കാം അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സപ്പോർട്ടീവായിട്ടുള്ള സമയം ഉണ്ട്, തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ ന്യൂമറോളജി അതായത് 2025 തീർച്ചയായിട്ടും 9ൻ്റെ എനർജിയിൽ വരുന്ന ആ വർഷം തീർച്ചയായിട്ടും സപ്പോർട്ടീവ് ആകും. നമ്മൾ പൊതുവെ വിചാരിക്കും 2-7 സപ്പോർട്ടീവ് ആകുമോ 9 എന്ന വർഷത്തിലേക്ക്. പക്ഷേ മാരേജ് എന്നത് അതിൻ്റെ എനർജീനെ നോക്കുന്നത് അതുമായിട്ടല്ല ബന്ധം. അത് മറ്റൊരു കാൽക്കുലേഷനിലാണ് വരുന്നത്. പൊതുവെ ന്യൂമറോളജിക്കാർക്കൊരു സംശയം ഉണ്ടായേക്കാം, അതുകൊണ്ട് അറിയുന്നവർക്കൊരു സംശയം ഉണ്ടായേക്കാം, അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു വർഷം മികച്ച ഒരു സമയമാണ് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഇനി? ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ 2ഉം 7ഉം അതൊരു നല്ലൊരു കൂടിച്ചേരലാണ് 2ൻ്റെയും 7ൻ്റെയും. അത് കാരിയർ ലെവലിൽ അവർ ഏത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്കും ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേരുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഇന്ന് ഈ 31ൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചിട്ടും ദോഷങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇന്ന് സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആക്ച്വലി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രീതി സിൻജ അല്ലേ, നമ്മളെ ബോളിവുഡ് സ്റ്റാറാണ്. അവരുടെയൊക്കെ എനർജി 31 ആണ്. അതുപോലെ ആനി ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് നടി. അപ്പോൾ അതുപോലെ ഒരുപാടുണ്ട്. അത് അവരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരും എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും അവർക്ക് നമ്മളെ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. പിന്നെ ലാൽ ജോസിൻ്റെ എനർജിയും
31 അതൊരു മെയ് മാസത്തിലാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളതിൽ കുറേ ആൾക്കാർ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത്. നമ്മുടെ ഇപ്പം ഇതിനിടെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറും പിന്നെ 31 എന്ന എനർജിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ലീഡറിൻ്റെ ആ ഒരു എനർജി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് അത്. പിന്നെ ജവഹർ ശ്രീനാഥ് ഉണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ ക്രിക്കറ്റർ. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ജി മാധവൻ നായർ, ഇവരൊക്കെ എനർജി ഈ 31 ഒരുപാട് പേരുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യക്കും അകത്തും പുറത്തൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ 31 എന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. ഏത് കാര്യത്തിനും ലീഡ് ചെയ്യാനും ആൾക്കാരെ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള എനർജി ഉണ്ട്. അതുകൂടാതെ പിന്നെ ഈ 31 എന്നത് പിന്നെ ഒരു ഡയറക്ഷൻ, ഏത് കാര്യത്തിനും ഡയറക്ഷൻ നൽകാനുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ അവർ ലോജിക്കലായിട്ട് മാത്രമേ കാര്യങ്ങൾ കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇതിനു മുമ്പേ. അപ്പോൾ നമുക്ക് ഇതാണ് 31 കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. അപ്പോൾ ഇന്ന് നമ്മുടെ പിന്നെ 50ാമത്തെ എപ്പിസോഡായിരുന്നു. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ഒരുപാട് പേര്, നമ്മൾ ഉദ്ദേശിച്ചതിലും അധികമായിട്ട് ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടി. പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കോള് കൊണ്ട് ആൾക്കാരുടെ പിന്നെ അതെ തീർച്ചയായിട്ടും കോള് കൊണ്ടാണ് നമ്മുടെ ആ പ്രോഗ്രാം വിജയിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ച് കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ന്യൂമറോളജി കൺസൾട്ടേഷന് വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പർ കൂടി തരാം, 890 482 95 96. ഒന്നുകൂടി പറയാം, 890 482 95 96. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറാണ്. ന്യൂമറോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം വിളിക്കുക. പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ആദ്യം പറഞ്ഞതാണ്, അതായത് 80 86 89 70 30. അപ്പോൾ ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡിൽ ഈ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.